പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മാനുഫാക്ചറിംഗ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒരു ഷോപ്പാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മളൊരു ഒരു ഒരു കമ്പ്യൂട്ടറാണ്, ഒരു PC ആണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് നോക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ട്. കുറച്ച് പ്രൊഡക്റ്റുകളെ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെ Alt F7 നോക്കി മാനുഫാക്ചറിങ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കവിടെ വന്നു. നമ്മൾ ചോദിക്കുന്നത് നെയിം ഓഫ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. നെയിം ഓഫ് പ്രൊഡക്റ്റ് എന്നുള്ളടുത്ത് നമുക്ക് കമ്പ്യൂട്ടർ എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് PC-യിലോട്ട് സേവ് ചെയ്യാം. നമ്പേഴ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ GST മറ്റു വിഷയങ്ങളൊന്നും നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നില്ല. എത്ര ക്വാണ്ടിറ്റി ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരു 3 ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ഓരോ സാധനങ്ങൾ നോക്കാം. നമുക്ക് ബോഡി എടുത്തു, 3 ബോഡി 500 വെച്ച് പോയി. കേബിൾ എടുത്തു, ഒരു 20 മീറ്റർ. അതിനുശേഷം നമ്മൾ ഡാറ്റ കേബിൾ എടുത്തു. അതിനുശേഷം ഹാർഡ് ഡിസ്ക് 3 കൊടുത്തു. മദർ ബോർഡ് 3 കൊടുത്തു. SMBS വേറെ കുറെ സാധനങ്ങളൊക്കെ വേണം. നമ്മൾ ജസ്റ്റ് ഒരു സംഭവം എന്നുള്ള നിലക്കാണ് നമ്മളിത് കൊടുത്തിട്ടില്ല. ഇനി ഇതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ ജസ്റ്റ് ലേബർ ചാർജ് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതിന്റെ ട്രാൻസ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് കാണിക്കാം. മറ്റെന്തെങ്കിലും കോസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാണിക്കാൻ പറ്റും. നമുക്കൊരു 7% നമുക്കിതിന്റെ ലേബർ ചാർജ് കാണിച്ചാൽ 3 കമ്പ്യൂട്ടറിന് നമുക്ക് എത്രയായി എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇനി നമ്മളെ ഡിസ്പ്ലേ ഇൻവെന്ററിയിൽ പോയിട്ട് സ്റ്റോക്ക് ഐറ്റംസ് ഇവിടെ കമ്പ്യൂട്ടർ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. 3 കമ്പ്യൂട്ടറിന് 32,207 രൂപയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു വാല്യൂ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ജസ്റ്റ് ആ സാധനം സെയിൽ ചെയ്യാം. F8 നോക്കി B2Cക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ക്യാഷ് എടുത്തു, അഡ്രസ് കൊടുക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ എന്നുള്ള എടുക്കാം. ഒരു കമ്പ്യൂട്ടറിന്റെ റേറ്റ് ഏകദേശം 15,000 റുപ്യ കൊടുക്കാണ്. പുറമെ നമ്മൾ ആ ബില്ല് സേവ് ചെയ്തിട്ട് എത്രയാണ് ഇപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ലാഭം വന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അതിന്റെ പ്രോഫിറ്റ് കാണണമെങ്കിൽ ഇവിടെ നമ്മൾ F7 നിൽക്കിയാൽ മതി. F7 നിൽക്കിയാൽ നമുക്ക് ഇവിടെ 28.43%, 43% അതിന്റെ പ്രോഫിറ്റ് ഉള്ളത്. ഓക്കെ, ഇതാണ് മാനുഫാക്ചറിങ്. ഇതിന്റെ ഒന്നുകൂടി നമുക്കിങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു സാധനത്തേക്ക് കറക്റ്റ് ഒരേ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തു വെക്കാൻ പറ്റും. അതിനെ കുറിച്ചൊക്കെ മറ്റു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, അഭിപ്രായം കമന്റിൽ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.